അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഖസാക്കിസ്ഥാനിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിനമാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ പോകുന്നത് മുതൽ നമ്മൾ ഖസാക്കിസ്ഥാനിലെ സ്റ്റേറ്റ് മ്യൂസിയം വിസിറ്റ് ചെയ്ത് ഇറങ്ങുന്ന വരെയുള്ള കാഴ്ചകളും കാര്യങ്ങളുമാണ്. അതുകൂടാതെ അതിൽ നമ്മളുടെ പ്രത്യേകമായ കുറച്ച് റോഡ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഐ ബട്ടണിൽ ഞെക്കി നമുക്ക് പഴയ വീഡിയോ കാണാവുന്നതാണ്. അതേസമയം അതിനു മുന്നേ ഒരു എപ്പിസോഡും കൂടെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് അൽമാട്ടി നഗരത്തിലേക്ക് എത്തുന്ന സകല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതും കാണാത്തവർ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഒരു ഐ ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാംസ്റ്റോറിനിലാണ്. റാംസ്റ്റോറിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മാളും സൂപ്പർ മാർക്കറ്റും കൂടിയിട്ടുള്ള ഒരു സ്റ്റോറാണ്. അപ്പോൾ ഏതൊരു നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലേക്കും കടന്നു പോകുന്ന പോലെ തന്നെ നമ്മളുടെ എൻട്രൻസിലൂടെ ഞങ്ങൾ നടന്നു പോവുകയാണ്. അപ്പോൾ പുറത്ത് തന്നെ 2 ATM മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ATM മെഷീന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്ന് പറഞ്ഞുള്ള വാലറ്റുകളിൽ പൈസ ലോഡ് ചെയ്യാനും ഈ മെഷീനുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ വാലറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ബസ്സിൽ കയറുമ്പോൾ തൊട്ട് നമ്മൾ എല്ലായിടത്ത് പോകുമ്പോഴും QR കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബാങ്കിനും ഓരോ തരത്തിലുള്ള വാലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ലോഡ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബസ്സുകളിലൊക്കെ ആണെങ്കിൽ ഈ തരത്തിൽ മാത്രമാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ATM മെഷീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നടന്ന് ഏകദേശം ഉച്ചയായി. അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ലുലുവിലൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് കഴിച്ചത്. ഒട്ടനവധി ഫുഡ് ഐറ്റംസ് നിരത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ. അപ്പോൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ കുപ്പികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലാണ് കുപ്പി വിൽക്കുന്നത്, അല്ലാതെ നമ്മളുടെ നാട്ടിലെ പോലെ ബിവറേജിൽ ക്യൂ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ കുപ്പികളും കാര്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ നാട്ടിലും ഇത്തരത്തിലൊരു നിയമം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള കുടിയന്മാർക്ക് സുഖമായിട്ട് കുടിക്കുക. നമ്മളെപ്പോഴും ഒരു സാധനം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് കൂടുതലും ആൾക്കാർ അത് ചെയ്യാനായിട്ട് ഇറങ്ങുക. അപ്പോൾ ഇത്തരത്തിൽ കുപ്പികളും കാര്യങ്ങളൊക്കെ വൈഡ്ലി അവൈലബിൾ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതിന് വേണ്ടി നമ്മൾ ഈ ബിവറേജിൻ്റെ മുന്നിൽ നിൽക്കുക, സ്റ്റണ്ട് ഉണ്ടാക്കുക, വഴി കൂടെ കുടിച്ച് കിടക്കുക, എന്തിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ. നമ്മളപ്പോൾ തിരിച്ച് റൂമിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കണ്ടത് കുറേ ചെറി പോലെ ഉള്ള മരങ്ങൾ, ചെറി സാധനങ്ങൾ പോലെ. ചെറിയല്ല ഇത് ഒരു അലങ്കാര വസ്തുവാണ്. ഇത് കഴിക്കും എന്നും തോന്നുന്നു. ഞങ്ങൾ കുറച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്നതും കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് നമ്മളുടെ നാട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുമ്പോൾ വെക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വാങ്ങിച്ചു വയ്ക്കില്ലേ, ആ സാധനം തന്നെയാണിത്. അങ്ങനെ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സമയം കണ്ടു കഴിഞ്ഞാൽ ഒരു 8, 8:30, 9 മണിയൊക്കെ ആയെന്ന് തോന്നും. പക്ഷേ ഇവിടുത്തെ 4:30 മണിയാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു 4:30, 5 മണിയാകുമ്പോഴേക്കും നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ അതുമുതൽ നൈറ്റ് ലൈഫ് എന്ന് പറയും. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയുടെ അവിടേക്ക് വരുമ്പോൾ കുറേ ഏരിയ നമുക്ക് പള്ളിയുടെ ചുറ്റുമുണ്ട്. നമ്മളെ തൃശ്ശൂരിലുള്ള അമ്പലപ്പറമ്പ് പോലെ ഒരു വലിയൊരു ഏരിയയിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നിലായിട്ട് കുറേ സ്കേറ്റിംഗ് റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വിൻ്ററിൽ മാത്രം നടക്കുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അതേസമയം കുറേ ഇവിടുത്തുകാർ സ്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പള്ളിയുടെ പിൻവശമാണ്. മുൻഭാഗത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച്
പള്ളിയുടെ മുന്നിൽ നിന്ന് എടുക്കാനുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ട്രൈപോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ ഏകദേശം ഒരു -4 ഡിഗ്രി തന്നെയാണ് ടെമ്പറേച്ചർ. അപ്പോൾ വരുന്ന വഴി ഈ ഐസൊന്നും മാറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, പക്ഷേ ഒന്നും വീണൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ മുൻഭാഗത്തിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഡോറ് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 2 ഡോർസ് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനായിട്ട്. ഇതൊരു റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇത് എല്ലാം സോവിയറ്റ് യൂണിയൻ കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ആ റഷ്യൻ ഓർത്തഡോക്സ് പള്ളി അന്ന് നിർമ്മിച്ച ഒരു പഴയ ഒരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയുടെ പ്രത്യേകതകളും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 19-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചത്. അതായത് 1907 കാലഘട്ടത്തിലാണ് ഈ പള്ളിയുടെ മൊത്തം പണിയും കഴിച്ചത്. അതുകൂടാതെ ഇത് ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ വുഡൻ ചേർച്ചാണ്. അതായത് ഈ ചേർച്ച് മൊത്തം മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഇതിൽ ഒരു ആണി പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ നടക്കുന്നത് നമ്മളുടെ ഗ്രീൻ ബസാറിലേക്കാണ്. അപ്പോൾ ഗ്രീൻ ബസാർ എത്തുന്നതിനേക്കാളും മുന്നായിട്ട് അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ ഗ്രീൻ ബസാർ തുടങ്ങും. അപ്പോൾ ഇവിടെയാണ് ഒരു മാർക്കറ്റ് ഏരിയ ഉള്ളത്. അപ്പോൾ ഇവിടെ കിട്ടാത്തതായിട്ട് യാതൊരു വക സാധനങ്ങളും ഇല്ല, എല്ലാ സാധനങ്ങളും അവൈലബിളാണ്. അതും അത്യാവശ്യം ചീപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വിൽക്കുന്നേ. കൂടെ നമ്മളെ കാണുമ്പോൾ ഫോറിനറാണെന്ന് മനസ്സിലായിട്ട് അവർ കൂട്ടി വിൽക്കും. അതുകൊണ്ട് മാർക്കറ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കും. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോൾ കുറേ തരത്തിലുള്ള ഹോട്ട് ഡോഗും കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. റോ ആയിട്ടുള്ള ഹോട്ട് ഡോഗാണ്, നമ്മൾ കൊണ്ടുപോയി വേവിച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ കുറേ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറേ ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസാണ് ആദ്യത്തിൽ ഞങ്ങൾ കാണുന്നത്. അതുകൂടാതെ നേരെ നടക്കുമ്പോൾ കുറേ വസ്ത്രങ്ങളുടെയും പിന്നെ പല പടക്ക കമ്പനികളും കാര്യങ്ങളൊക്കെ കാണാം. പടക്ക കമ്പനി എന്ന് പറയാൻ പറ്റില്ല, പടക്ക സ്റ്റോളുകൾ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഈ ഗ്രീൻ ബസാറിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബിൽഡിങ് വരുന്നത് ഒരു കെട്ടിടമാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ചെറു കടകളാണ് ഇത്. ഇതാണ് നമ്മളുടെ ഗ്രീൻ ബസാർ. 1875 ആദ്യമായിട്ട് ഗ്രീൻ ബസാർ ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. പക്ഷേ അധികം ആയുസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇത് 12 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയൊരു ഭൂകമ്പം വന്ന് ഇത് മൊത്തം തകർന്നുപോയി. അതിനുശേഷം ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്തത് 1927 ആദ്യം തന്നെ ഞങ്ങൾ ഗ്രീൻ ബസാറിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് കൈയൊക്കെ തന്നു. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇയാളാണ് അയാൾ. അപ്പോൾ അയാൾ ഇന്ത്യൻസ് ആണോ, ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സാമ്പിളുകളും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ എങ്ങനെയാണ് ഒന്നും മേടിക്കാതെ പോകാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു 100 ഗ്രാം എന്തെങ്കിലും എടുക്കാം എന്ന് വിചാരിച്ച് എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അയാൾ ഇത്ര വിലകൾ എന്ന് പറഞ്ഞിട്ട് പൈസ പറഞ്ഞു. അങ്ങനെ ആ പൈസ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ വലിയ നോട്ടാണ് കൊടുത്തത്, ചേഞ്ച് ഉണ്ടായിരുന്നില്ല. വലിയ നോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇതിൻ്റെ വില എത്രയൊന്നല്ല, 100 ഗ്രാമിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത്, ഇതിലും കൂടുതൽ വേണമെന്ന് പറഞ്ഞ് കൂടുതൽ പൈസ ചോദിച്ചു. പിന്നെ ആ പൈസ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ അയാൾ ഞങ്ങളെ പറ്റിച്ചു വിട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആരും ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രണ്ട്ലിയാന്ന് പറഞ്ഞ് കൈ കൊടുക്കാനോ ഇതിനോ നിൽക്കരുത്. ഇത്തരത്തിൽ ഒരു പറ്റിപ്പും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഗ്രീൻ ബസാറിനോടുള്ള എല്ലാ മതിപ്പും കാര്യങ്ങളൊക്കെ പോയി. ഒന്നും മേടിക്കണ്ട, എല്ലാം കണ്ടു പോന്നാൽ മതി എന്ന് ഭാര്യയ്ക്ക് നിർദ്ദേശവും കൊടുത്ത് ഞങ്ങൾ നടത്താൻ തുടങ്ങി. 2 ഫ്ലോറുകളുള്ള ഒരു ചന്ത തന്നെയാണ് ഈ ഗ്രീൻ ബസാർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും താഴത്തെ നിലയിൽ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പലചരക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മുകളിലത്തെ നിലയിൽ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ കുറേ ഡ്രസ്സ് ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനത്തെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ മീറ്റ് ഐറ്റംസും ഉണ്ട്.
അപ്പോൾ എല്ലാ തരം മീറ്റുകളും ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭയങ്കര ഓർഗനൈസ്ഡായ ക്ലീനായിട്ടുള്ളൊരു മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവർ നമ്മളുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഒതുക്കി അടക്കി പെറുക്കി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ തോന്നും. അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ. പിന്നെ നമ്മളുടെ നാട്ടിലത്തേക്കാളും കുറച്ചുകൂടെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഗ്രീൻ ബസാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടക്കക്കട അതിലെ അമിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ അത് കണ്ടുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഷവർമ്മ കട കണ്ടു. അപ്പോൾ ഇവിടുത്തെ ഷവർമ്മ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ഷവർമ്മ മേടിക്കാൻ തീരുമാനിച്ചു. നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നതുകൊണ്ട് നല്ല ചൂടിൽ ആ ഷവർമ്മ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ നാട്ടിലെ ഷവർമ്മയൊക്കെ പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടെ മീറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ ഷിംബുലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. അപ്പോൾ -4 ഡിഗ്രിയാണ് ഇന്നും ടെമ്പറേച്ചർ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫാനിൻ്റെ ഉണ്ട്, കുറച്ചേ ഉള്ളൂ. തണുപ്പിക്കാൻ റൂമിൽ ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ നമുക്ക് തണുപ്പിക്കാൻ പോവാം. ടൈമർ ഇട്ടിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തണുത്ത ഫാൻ ഓടിക്കാം. ഇപ്പം ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര തണുപ്പുണ്ടെന്ന്. നല്ല എൻ്റെ ഗോഷ്ഠികൾ അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഭാര്യ എന്തുകൊണ്ടോ എല്ലാത്തിനും സമ്മതിച്ച് തരുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഈ ജാക്കറ്റ് തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ ഡ്രസ്സ് മാറിയതായിട്ട് തോന്നില്ല, പക്ഷെ ഉള്ളിലൊക്കെ ഫുൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ -4 ഡിഗ്രീസ് ആയിരുന്നു രാവിലെ. ഇപ്പോൾ ഏകദേശം ഒരു -2 ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഷിംബുലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു മലനിരയിലേക്കാണ്. അവിടെയാണ് ഈ സ്കീയിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സ്കീയിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല, കാരണം നമുക്കറിയാത്തതുകൊണ്ട് കൂടുതൽ ചിലപ്പോൾ പോയിന്ന് വരില്ല. പക്ഷേ ഈ മലയൊക്കെ നമ്മുടെ കശ്മീരിലും പിന്നെ നമ്മളുടെ എന്താ സ്ഥലത്തിൻ്റെ പേര്, കശ്മീർ, മണാലി ഇവിടെയൊക്കെയുള്ള പോലത്തെ അടിപൊളി പീക്കാണ്. അപ്പോൾ ഇത് കാണാൻ പോവാണ്. അവിടെ -14 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്പർ 12 ബസ്സിൽ കയറണം. അപ്പോൾ ഇവിടെ നമ്മളെ ഗൂഗിൾ മാപ്സിൽ ഒന്നും മനസ്സിലാവില്ല, ഏതൊക്കെ ബസ്സാണ് പോണേ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇവിടുത്തെ യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാപ്പുണ്ട്. യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സികളുടെ പോലെ തന്നെ ഈ യാൻഡെക്സ് കമ്പനിയുടെ മാപ്പുണ്ട്. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബസ്സിൽ സുഖമായിട്ട് യാത്ര ചെയ്യാം. ബസ് കണ്ടുപിടിക്കാനൊന്നും അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, കാരണം നമുക്ക് എവിടെ പോയി നിന്നാലാണ് ഏത് ബസ് കിട്ടുക എന്നുള്ളത് യാൻഡെക്സ് മാപ്പിൽ കാണിച്ചു തരും. അപ്പോൾ അതുകൂടാതെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബസ്സുകളുടെയും അതിൻ്റേതായ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ ഒരു ചിഹ്നം അതിൻ്റെ അതാത് ലൊക്കേഷനിൽ ലൈവ് ലൊക്കേഷൻ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബസ് വരുന്നതൊക്കെ അറിയാൻ പറ്റും. ലൈവായിട്ട് നമുക്ക് യാൻഡെക്സ് മാപ്പിൻ്റെ ഉള്ളിൽ കാണാം. അത് ഗൂഗിൾ മാപ്സിലൊന്നും കാണാത്തൊരു ഫീച്ചറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറുമാണ്. അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ 3 മെത്തേഡ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കാർഡ് വെച്ച് ടാപ്പ് ചെയ്യാൻ പറ്റും. കാർഡ് വെച്ച് ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡ്രൈവറിൻ്റെ പൈസ കൊടുക്കാം. അപ്പോൾ ഡ്രൈവർ തന്നെയാണ്, കണ്ടക്ടറും എല്ലാം ഡ്രൈവർ തന്നെയാണ്. അത് ഒരു പ്രത്യേക കണ്ടക്ടറും കാര്യങ്ങളൊന്നുമില്ല.
എല്ലാവരും അവരവരുടെ കാർഡും കാര്യങ്ങളൊക്കെ വെച്ച് ടാപ്പ് ചെയ്തും മൊബൈലിൽ QR വെച്ചും പേയ്മെൻ്റൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൈസ ആയതുകൊണ്ട് ആ പൈസ എടുത്ത് ഡ്രൈവറിന് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ നല്ല പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ഈ QR കാര്യങ്ങളൊക്കെ വെച്ച് പേ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ഫോം ഓഫ് ടിക്കറ്റൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലും ഇതുപോലെ ഇടയ്ക്കൊന്ന് നമ്മളുടെ KSRTCയിലൊക്കെ കണ്ടക്ടർമാർ കയറി വരില്ലേ, അതുപോലെയുള്ള ഒരു സിസ്റ്റം ഇവിടെയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാഷായിട്ടാണ് പേ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവർ പോയി. അങ്ങനെ ഞങ്ങൾ മെഡു കേബിൾ കാർ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ കേബിൾ കാർ വരുന്നത്. ഈ കേബിൾ കാറിൽ 3 കേബിൾ കാർ മാറി കയറി വേണം നമുക്ക് മലയുടെ ഏറ്റവും മുകളിലെത്താനായിട്ട്. അപ്പോൾ അതിൻ്റെ താഴ്വാരത്ത് തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. കാരണം മലേഷ്യയിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ജെൻഡിങ് ഹൈലൻഡ്സ് എന്ന് പറഞ്ഞ കേബിൾ കാറിൻ്റെ മുകളിൽ കൂടെ പോകുന്നൊരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബഡ്ജറ്റായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് കുറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ റെസ്റ്റോറൻറ്റും തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രോസ് ചെയ്യാനായിട്ട്. പക്ഷേ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സ്നോഫോൾ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് അവിടെ കൂടെ പോകരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബസ്സിലും അതെ കുറേ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ സ്കീ ബോർഡുകളും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കീയിങ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഈ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാശ് കുറച്ച് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ സ്കീയിങ് ബോർഡും ഫുൾ കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഷിംബുലാക്ക് എന്ന് പറയുന്ന ഈ മല ഏകദേശം 2200 മീറ്ററാണ് വലിപ്പം വരുന്നത്. അതായത് നമ്മളുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഊട്ടിയിൽ എങ്ങനെയാണോ ഹൈറ്റ്, ഊട്ടിയുടെ ആ ഒരു അതേ ഹൈറ്റിലാണ് ഇതും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്ക് നടക്കുമ്പോൾ ആ ഭാഗത്ത് അത്ര അധികം ആൾക്കാരെ കാണാനില്ല. അപ്പം തന്നെ കുറച്ച് ഡൗട്ടൊക്കെ അടിച്ച് വൈഫ് ചോദിച്ചു തുടങ്ങി ഇനി പോയാൽ ഇത് കിട്ടുമോ കിട്ടില്ലേന്ന്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ കുറച്ച് ചേട്ടന്മാർ നമ്മളുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ പൂട്ടിയിരിക്കുകയാണ്, ഇപ്പോൾ തുറന്നിട്ടില്ല, ഇന്ന് അവധിയാണെന്നുള്ള കാര്യം പറഞ്ഞത്.